പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ചർച്ചകളിലും മറ്റും വന്നിരുന്ന് ആൾ ദൈവങ്ങൾ എന്ന് പറയാറുണ്ട്. ഇവരാരും മനസ്സിലാക്കുന്നില്ല, ആളുകൾക്ക് മാത്രമേ ദൈവം ആവാൻ പറ്റൂ. ദേവന്മാരായി നമ്മൾ പൂജിക്കുന്ന ഓരോരുത്തരും ഒരു അമ്മയുടെ ഗർഭത്തിൽ മനുഷ്യരായി ജനിച്ച് അവർ മനുഷ്യരായി തന്നെ ജീവിച്ച് ദേവനായി ഉയർന്നവരാണ്. മനുഷ്യന് മാത്രമേ ദൈവം ആവാൻ പറ്റൂ. അല്ലാതെ പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും ദൈവമാവാൻ പറ്റില്ല. കാരണം ഒരറിവ് സസ്യങ്ങൾക്കാണ്, രണ്ടറിവ് കൃമികീടങ്ങൾക്ക്, മൂന്നറിവ് ഇഴജന്തുക്കൾക്ക്, നാലറിവ് പറവകൾക്ക്, അഞ്ചറിവ് മൃഗങ്ങൾക്ക്, ആററിവ് മനുഷ്യന്. അപ്പോൾ നമ്മൾക്ക് ആററിവുണ്ടോ? ഒരു മൃഗം നമ്മളെ കൂടെ കുറച്ച് ദിവസം ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്നതെല്ലാം അത് മനസ്സിലാക്കുന്നു, അതുപോലെ അനുസരിക്കുന്നു. എന്നാൽ ആ മൃഗം എന്തെങ്കിലും നമ്മളടുത്ത് പറഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിന്നെ നമുക്ക് മൃഗത്തിൻ്റെ അറിവ് കൂടെ ഇല്ല. ഒരു പക്ഷി കുറേ കാലം നമ്മോട് ജീവിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ആ പക്ഷിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് തിരിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആ പക്ഷി പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യനായാൽ ഇതെല്ലാം മനസ്സിലാവും. അപ്പോൾ നമ്മൾ മനുഷ്യരാണോ? ഇല്ല, ഇരുക്കാലി മൃഗം എന്ന് വേണമെങ്കിൽ പറയാം. ആ നമ്മളാണ് മനുഷ്യരായി ജനിച്ച് മനുഷ്യരായി ജീവിച്ച് ആ ദേവൻ്റെ തലത്തിലേക്ക് ഉയർന്നവരെയൊക്കെ ആൾ ദൈവം എന്നൊക്കെ പറയുന്നത്. കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തു അദ്ദേഹം ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ച് യേശു ദേവനായി മാറി. മുഹമ്മദ് എന്ന ഒരു മകാൻ ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിച്ച് എങ്ങനെ ജീവിക്കണം അതുപോലെ ജീവിച്ച് നബി എന്ന അവസ്ഥയിലേക്ക് മാറി. ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാം ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിച്ചവർ തന്നെയാണ്. എന്നിട്ട് അവർ മനുഷ്യരായി ജീവിച്ച് മനുഷ്യനായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് അവർ ദേവൻ്റെ നിലയ്ക്ക് ഉയർന്നു. അതുകൊണ്ടാണ് ഇന്നും അവരുടെ പ്രതിമ ഉണ്ടാക്കി വെച്ച് എല്ലാവരും വണങ്ങുന്നത്, ഒരു ഗുരുവിനെ പോലെ. നമുക്ക് ഒരു വിദ്യ പറഞ്ഞു തന്ന ആളിനെ, സ്കൂളിലെ സാറിനെ, നമ്മളെ പ്രൈമറി സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറിനെ നമ്മൾ IPS ആയാലും അല്ലെങ്കിൽ IAS ആയാലും നമ്മൾ കണ്ടാൽ ഉടനെ ഓടി വന്ന് അദ്ദേഹത്തിനെ വണങ്ങുന്നില്ലേ? അദ്ദേഹം പഠിച്ച ചിലപ്പോൾ SLCയോ TTC ഒക്കെ ആയിരിക്കും അന്നത്തെ കാലത്ത്. എന്നാൽ ഈ പറഞ്ഞു തന്നത് ആ സാറാണ്. IASകാരനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒന്നുമല്ല. എന്നാൽ ആദ്യാക്ഷരം പറഞ്ഞു തന്ന ആളായതുകൊണ്ട് നമ്മൾ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങുകയോ അല്ലെങ്കിൽ ഒരു നമസ്കാരം പറയുകയോ ചെയ്യും. കാരണം നമുക്ക് ആദ്യാക്ഷരം പറഞ്ഞു തന്ന ആ ഗുരുത്വം. അപ്പോൾ ഈ ആൾ ദൈവങ്ങളെന്ന് പറയുന്നവർക്ക് അവരാളുമായിട്ടില്ല, ഗുരുത്വവുമില്ല. ഒരാളിനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അറിയണം അദ്ദേഹം ആരാണ്, അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു നിലയിലെത്തിയത് എന്നൊക്കെ. അങ്ങനെയുള്ള മഹാന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. മനനേതി മനുഷ്യ എന്ന് പറയും. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. നമ്മൾ മനനം ചെയ്യുന്നുണ്ടോ? എന്നാൽ നമുക്ക് മനുഷ്യനാവാം. നമ്മൾ അക്ഷരാഭ്യാസം എന്ന് പറയുമ്പോൾ അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരരഹിതം, നാശമില്ലാത്തത്. അക്ഷരാഭ്യാസം ഇന്ന് അപൂർവം ചിലരൊക്കെ ഉള്ളൂ. മറ്റത് എഴുത്തഭ്യാസം, അത് വരും പോവും. അക്ഷരാഭ്യാസം ചെയ്യുന്നവർക്ക് മാത്രമേ മനുഷ്യനാകാൻ പറ്റൂ. നമ്മൾ പിന്നെ പൊതുവേ പറയും, കണ്ണും കാലും കൈയും മൂക്കും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് ആൾക്കാരൊക്കെ മനുഷ്യൻ എന്നങ്ങ് പറയും. നമ്മൾ മനുഷ്യരായില്ല. മനുഷ്യരാവണമെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനാവണമെങ്കിൽ കുറേ ജോലികളുണ്ട്.
നമ്മുടെ പ്രവൃത്തികൾ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആയവരാണ് ഈ മനുഷ്യനായിട്ട് അവർ ദേവന്മാരായിരിക്കുന്നത്, ആ തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്. ഈ ദേവന്മാർ തന്നെയാണ് ഈശ്വരനെ അറിയാൻ നമ്മളെ പഠിപ്പിച്ചത്. ഭഗവത്ഗീതയിലൂടെ ശ്രീകൃഷ്ണനും, ബൈബിളിലൂടെ യേശുവും, ഖുറാനിലൂടെ നബിയും ഈശ്വരനെ അറിയാനാണ് നമ്മളെ പഠിപ്പിച്ചത്. ഈശ്വരൻ, ഈശ് എന്ന് പറഞ്ഞാൽ ഭരണം, വരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരണശ്രേഷ്ഠൻ, നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, അതാണ് ഈശ്വരൻ. ആ ഈശ്വരനെ പരമാത്മാവെന്നും പരിശുദ്ധാത്മാവെന്നും അള്ളാഹു എന്നും പറയും. ഈ ദേവന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. ആര് പറയുന്നു, എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും. നന്ദി, നമസ്കാരം.